SLC വരെ ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം +2 മുതലാണ് റിയൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എന്നെ തന്നെ റിയലൈസ് ചെയ്യുന്ന കുറേ ഇൻസിഡൻറ്റുകൾ ആ ടൈം മുതൽ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഫാമിലി ഹൈലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി, ദെൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു സ്റ്റഡി പോയിന്റ് ഓഫ് വ്യൂവിലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സപ്പോർട്ട് ചെയ്തത്, എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ്റെ ടീച്ചേഴ്സാണ്. +1 +2 ജോയിൻ ചെയ്യുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയ ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ടോപ്പിൽ അന്നത്തെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് എൻ്റെ ഫാക്കൾട്ടീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വലുതാണ്. ഇതിന് ശേഷം തുടർന്നുള്ള PG അല്ലെങ്കിൽ UG പഠനത്തിൽ BTech കരിയറിൽ എടുക്കുകയാണെങ്കിലും അവിടെയും ഫ്രണ്ട്സ് വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ മെന്റർഷിപ്പ് മെത്തേഡ് വഴി നമ്മളെ ഗൈഡ് ചെയ്ത കുറെ ഫാക്കൾട്ടീസ് ഉണ്ട്. ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ത്രൂ ഔട്ട് ജേണിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് BTech കഴിഞ്ഞതിന് ശേഷം ഒരു കരിയറിൽ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ മെന്റർ ഉണ്ട്. ദെൻ ബിസിനസ്സും MBA പഠനവും ഒരുമിച്ചായിരുന്നു. അവിടുന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ആ കോളേജിൽ സെലക്ട് ചെയ്യുന്ന ടൈം മുതൽ എന്നെ സെലക്ട് ചെയ്ത HOD അടക്കം ഇൻസ്പയർ ചെയ്ത ആളുകളിൽ പെട്ടതാണ്. സ്റ്റിൽ ഇന്ന് ബിസിനസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ബിസിനസ്സിലും നമ്മൾ ലേണിങ്സ് എടുക്കുന്ന ഒരുപാട് മെന്റേഴ്സ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ, നിങ്ങളൊരു മെന്റർ ആണെങ്കിൽ, നിങ്ങൾക്കാണ് ശരിക്കും ഈ സൊസൈറ്റിയിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുമുള്ള റോളിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്നുവെങ്കിൽ നിങ്ങൾ തികച്ചും ഒരു സക്സസ്ഫുൾ മെന്റർ ഓർ ടീച്ചർ ആണെന്നുള്ള മൈൻഡിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്.